അതിദാരുണമായുള്ള ഒരു വാർത്തയാണ് വരുന്നത്. കാസർഗോഡ് അടൂരിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണ് 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. ആദൂർ സഞ്ചക്കടവ് സ്വദേശി അബൂബക്കറിന്റെ മക്കളായ മുൻസീർ, മുസമ്മിൽ എന്നിവരാണ് മരിച്ചത്. ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രതീഷ്, എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? സ്വാതി, വൈകിട്ടോടെയാണ് ഈ അപകടം എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഈ സന്ധിക്കടവ് എന്ന സ്ഥലത്ത് 3 കുട്ടികൾ, അതായത് അവരുടെ വീടിന് സമീപത്ത് തന്നെ കൊച്ചു കടയൊക്കെ ഇട്ട്, അതായത് അവധിക്കാലത്ത് നടത്തുന്ന കട പോലെ കുട്ടികൾ കട നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വീടിന് മുൻപ് തന്നെയാണ്, ആ വീടിന് ഈ അപകടം നടന്ന വീടിലെ മതിലാണ് ഇടിഞ്ഞു വീണത്. ആ വീട്ടിലെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്കാണ് പരിക്കേറ്റുള്ളത്. ആ കുട്ടിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. 2 കുട്ടികൾക്ക്, ഈ 2 കുട്ടികൾ സഹോദരങ്ങളാണ്. അൻസിലും 2 കുട്ടികൾ സഹോദരങ്ങൾ. ഈ 2 സഹോദരങ്ങളാണ് ഇപ്പോൾ മരണപ്പെട്ടത്. എന്തായാലും പരിക്കേറ്റ കുട്ടിയെ കാസർഗോഡിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ അതിദാരുണമായ സംഭവം. ഈ പ്രദേശത്താകെ ഉച്ച മുതൽ വലിയ മഴയായിരുന്നു. ഈ മഴ കൊണ്ട് ഈ പ്രദേശത്തൊക്കെ ഇത്തരത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിരവധി മതിലുകൾ ഇടിയുന്ന സാഹചര്യമുണ്ട്. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കൂടുതൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ മതിലൊക്കെ കുതിർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാകാം ഈ മതിൽ ഇടിഞ്ഞു വീഴാൻ എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നമുക്ക് ആ സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. എന്തായാലും വളരെ സങ്കടകരമായ, ദൗർഭാഗ്യകരമായ ഒരു ദുരന്തം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഒരിക്കലും അവർ ദിനം ഓടിക്കളിക്കുന്ന ഇടമാണ്, അവർ സ്ഥിരമായി കാണുന്ന ഇടമാണ്. അവിടെ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമെന്ന് ഒരു മുൻകരുതൽ എടുക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകാത്ത ഇടം, ആ ഇടത്ത് നിന്ന് സ്വതന്ത്രമായി കളിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ കച്ചവടം ഉൾപ്പെടെ നടത്തുന്ന കൊച്ചുകുട്ടികൾ, അതായത് 8 വയസ്സും 5 വയസ്സും പ്രായമുള്ള 2 കുട്ടികളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ തമാശയ്ക്ക് കളിച്ച് നടക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആശങ്ക വീട്ടുകാർക്കൊക്കെ ഇല്ലാത്ത സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ എന്തായാലും അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് നാടും നാട്ടുകാരും ഒക്കെ തന്നെ. കാരണം ദിനേന അവരുടെ കളിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന നാട്ടുകാർ കൂടിയാണ്, ആ വഴിയെ നടന്നു പോകുന്ന ആളുകൾ ഉൾപ്പെടെ. അത്തരമൊരു സങ്കടകരമായ സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ട്. എന്തായാലും ഈ ആശുപത്രിയിലെത്ത കുട്ടിയുടെ നില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവം, 2 കുട്ടികൾ മതിലിടിഞ്ഞ് ഈ മതിലിന്റെ അടിയിൽ പെടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും മരണം സംഭവിച്ചിരിക്കുന്നു, സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു കുട്ടി ഇപ്പോൾ പരിക്കുകളോടെ കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്വാതി. രതീഷ്, എന്തായാലും ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ വീട്ടിന് മുന്നിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കാണ് ജീവൻ നഷ്ടമായത്. ഇത്തരത്തിൽ നാട്ടുകാർക്കൊക്കെ ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല. എല്ലാവരും ഇങ്ങനെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെയാണ് ജീവൻ നഷ്ടമായത്. ഈ മതിൽ ഇടിഞ്ഞു വീഴാനുള്ള കാരണം എന്താണ്? മതിൽ അത്തരത്തിൽ പൊളിഞ്ഞു കിടക്കുന്ന മതിലായിരുന്നോ? ബലക്ഷയം ഉണ്ടായിരുന്ന മതിലായിരുന്നു? പ്രത്യേകിച്ചും മഴയൊക്കെ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ, റെഡ് അലേർട്ട് അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു പരിശോധന ഉണ്ടായിട്ടില്ലേ? എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത്? പ്രാഥമികമായി നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങൾ, ഇതിന് മുകളിലായിട്ട് നമ്മൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ദൃശ്യങ്ങൾ മുകളിൽ വലിയ തോതിൽ മണ്ണ് ഇട്ടിട്ടുണ്ട്. അതിന് താഴെ ഒരു അല്പം ഇറങ്ങിയ ഭാഗമാണ്, കുറച്ച് താഴ്ചയുള്ള ഭാഗത്താണ് ഈ റോഡും ഇതേപോലത്തെ ഈ കുട്ടികൾ ഉണ്ടായിരുന്ന ഇടവും ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കനത്ത മഴയിൽ, ഇപ്പോൾ നേരത്തെയൊക്കെ രാവിലെയൊക്കെ തന്നെ ഈ അപകടങ്ങൾ, മതിലിടിയുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത് ഈ മണ്ണിൽ കൂടുതൽ മഴയിൽ കൂടുതൽ വെള്ളം ഇറങ്ങുമ്പോൾ അത് വലിയ തരത്തിൽ കനപ്പെട്ട് ഈ മതിലിനെ തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ബലപ്പെട്ട് മണ്ണ് കനം കൂടി തള്ളി ഈ മതിൽ തകരാനുള്ള സാഹചര്യമാണ് ആദ്യമായി മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരത്തിൽ തന്നെയാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. എന്ന് കൂടുതൽ പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ മതിൽ നിർമ്മിച്ചതിന്റെ എന്തെങ്കിലും ബലക്ഷയമാണോ എന്ന് ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. എന്നാലും അങ്ങനെ ഒരു ആശങ്കയ്ക്കിടയില്ലാത്ത ഒരു ഇടമായിരുന്നു അത്. സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടികൾ ദിനേന കളിച്ചുകൊണ്ടിരുന്ന ഇടം എങ്ങനെ ഈ മഴക്കാലത്ത് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുരന്തത്തിലേക്ക് അത് മാറും എന്ന ഒരു പ്രതീക്ഷയില്ലാത്ത ഇടമായിരുന്നു. എന്തായാലും ഏറെ സങ്കടകരമായ കാര്യം, വീടിന്റെ സമീപത്ത് തന്നെ, വീടിന്റെ മുന്നിൽ തന്നെ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. 2 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കുട്ടി ഗുരുതരാവസ്ഥയിൽ ആണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പറയുന്നു.
എന്തായാലും 2 കുട്ടികളും അതിന് അടിയിൽ പെട്ടുപോയി. അങ്ങനെയാണ് ഗുരുതരമായി പരിക്കേറ്റതെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് വ്യക്തമായി വരുന്നുള്ളൂ. സ്വാതി.